ഗോപി ദീനദയാൽ ഭവന്റെ ഉദ്ഘാടനം 24 സെന്റ് സ്ഥലത്ത് നിർമ്മാണം പൂർത്തീകരിച്ച നമ്മൾ സമർപ്പിക്കുന്നത് അത്യന്താധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തിച്ചിട്ടുള്ള 300-ലധികം ആളുകൾക്ക് പാർട്ടിയുടെയും ദേശീയ സംസ്ഥാന പാർട്ടി പ്രവർത്തകരുടെയും ദേശീയ സമയത്തിനകം ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന പാർട്ടിയുടെ ജയിക്കുമെന്ന് ഉറപ്പുള്ളവരെ നിർത്തിയാൽ 50 അല്ല 60% നമുക്ക് നേടാൻ സാധിക്കും. ഇതെവിടെയെങ്കിലും ഒക്കെ കേരളത്തിലെ ജനങ്ങൾ നമ്മൾ അടുത്ത സാധ്യതയാണെന്നൊരു സൂചന നൽകുമ്പോൾ അതിന്റെ വാല് പിടിച്ച് പായാനുള്ള ആർജവം നമുക്കുണ്ടാകണമെന്ന് മാത്രമേ ഞാൻ അങ്ങനെ മുന്നോട്ട് പോകണം. നമുക്ക് ജയിച്ചേ മതിയാകും. ജയിക്കുന്നത് മാത്രമാണ് ഈ ലോകം അംഗീകരിക്കുന്നത്. വിജയം മാത്രമാണ്, ശതമാനമൊന്നും ആരും അംഗീകരിക്കില്ല. നമുക്ക് വിജയിച്ച എണ്ണം തിളച്ചു മറിയാം, തികയ്ക്കണം. ആ തികവിലേക്ക് ഞാനിവിടെ ആലപ്പുഴ മണ്ണിൽ പിറന്നു വീണ ഒരു മകനെന്ന നിലയ്ക്ക് സംസ്ഥാന അധ്യക്ഷനോട് മുന്നോട്ട് വയ്ക്കുന്ന ആഗ്രഹമാണ്, പ്രാർത്ഥന. ഇതല്ലെങ്കിൽ നമ്മുടെ അധ്വാനമെല്ലാം പാഴായി. മാത്രമല്ല, അങ്ങനെ പാഴാവുന്ന അവസ്ഥയിൽ നമുക്കുണ്ടാകുന്ന നിരാശ എന്ന് പറയുന്നത് ഘനീഭവിച്ചാൽ അതൊരിക്കലും വളർച്ചയ്ക്കല്ല, തകർച്ചയ്ക്ക് മാത്രമാണ് വളർന്നത്. ഇക്കാര്യങ്ങളിലൊക്കെ പുതിയ നിശ്ചയങ്ങൾ നമുക്ക് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വളർന്ന് ഈ നിലയിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം നന്നായി അറിവുള്ള കാര്യമാണ്. കഴിഞ്ഞ എത്രയോ വർഷമായി നമ്മുടെ ഓരോ പ്രവർത്തകരും MP ആവുമെന്നോ MLA ആവുമെന്നോ പഞ്ചായത്ത് മെമ്പർ ആവുമെന്നോ മന്ത്രിയാവുമെന്നോ ഒന്നും വിചാരിച്ചിട്ടല്ല നമ്മുടെ പ്രവർത്തകർ ഈ ഒരു ആദർശം സ്വീകരിച്ചു. കേരളത്തിൽ BJPയുടെയും RSSന്റെയും ജനസംഘത്തിന്റെയും എല്ലാം പ്രവർത്തനം ആരംഭിക്കുന്ന കാലത്ത് ഒരു തരത്തിലുള്ള പ്രതീക്ഷകളും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ എല്ലാ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുമ്പോഴും ഒരുപക്ഷെ ഇങ്ങനെ ആൾക്കാർ ചോദിക്കും, ഇങ്ങനെയൊരു ജീവികളെ നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഓരോ പരാജയങ്ങൾ ഉണ്ടാവുമ്പോഴും ആ പരാജയങ്ങളിൽ നിരാശരാവാതെ, ആ പരാജയങ്ങളിൽ വേവലാതിപ്പെടാതെ, ആ പരാജയത്തിന്റെ ചവിട്ടുപടിയിൽ കയറി നിന്ന് വിജയത്തിലേക്ക് കടക്കാൻ ആവശ്യമായിട്ടുള്ള ആത്മവിശ്വാസത്തോടെ അവർ പ്രവർത്തിച്ചത് കൊണ്ടാണ് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി ഈ നിലയിലെത്തിയിരിക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഒരു MP ലഭിച്ചു, ശ്രീ സുരേഷ് ഗോപി അവർ. നമുക്ക് ആയിരക്കണക്കിന് മെമ്പർമാരെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ലഭിച്ചു. ഇനി നമുക്ക് നിയമസഭയിലേക്കും ജനങ്ങളെ സേവിക്കാൻ ആവശ്യമായിട്ടുള്ള ജനപ്രതിനിധികളെ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട്. കഠിനാധ്വാനത്തോടു കൂടിയാണ് കഴിഞ്ഞ 50 വർഷവും 40 വർഷവും അല്ലെ 60 വർഷവും നമ്മൾ മുമ്പോട്ട് പോയത്. വിശ്രമിക്കാനുള്ള സമയമല്ല. ഞാൻ പറഞ്ഞു വന്നത് ഓഫീസുകൾ വെറും കെട്ടിടങ്ങളല്ല. ശ്രീ സുരേഷ് ഗോപി ഉൾപ്പെടെ നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും, ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളും 24 മണിക്കൂറും സാധാരണക്കാർക്ക് ലഭ്യമാവാൻ കഴിയുന്ന ഒരു മാതൃകാ കേന്ദ്രമായി ഈ ഓഫീസ് മാറുമ്പോഴാണ് ഇതൊരു ഓഫീസ് എന്ന് പറയുന്ന ഒരു കാര്യാലയം എന്ന് പറയുന്നത്. 24/7 മോദി സർക്കാരിന്റെ ഒരു ഹെൽപ്പ് ഡെസ്ക് ആയി ഈ ഓഫീസ് മാറുമ്പോഴാണ് ജനങ്ങൾ ഈ ഓഫീസിൽ നിന്ന് അവരാഗ്രഹിക്കുന്ന ഓഫീസായിട്ട് അതിനെ മാറ്റുന്നത്. അതുകൊണ്ട് ഇത് കേവലം പാർട്ടി പ്രവർത്തകർക്ക് മാത്രം വന്നിരിക്കാനും എഴുത്തുകുത്തുകൾ നടത്താനുമുള്ള ഒരു സ്ഥലമല്ല. നമ്മൾ ജനങ്ങളിലേക്ക്, ഇവിടെ നമുക്ക് MP ഇല്ല, ഇപ്പോൾ MLA ഇല്ല, വൈകാതെ നമുക്ക് ഇത് രണ്ടും ഉണ്ടാവും. പക്ഷെ അതുവരെ ഈ നാട്ടിലെ ജനങ്ങളെ സേവിക്കാനുള്ള ജനസേവന കേന്ദ്രമായി, ജനങ്ങൾക്ക് എപ്പോഴും കടന്നു വരാൻ കഴിയുന്ന കേന്ദ്രമായി ഈ ഓഫീസിനെ ആലപ്പുഴയിലെ പാർട്ടി നേതൃത്വം